1963 റിപ്പബ്ലിക് ദിന പരേഡിൽ RSS പങ്കെടുത്തിരുന്നു. പലർക്കും ഇപ്പോഴും സംശയമാണ്. തെളിവ് ചോദിക്കുന്നവരുമുണ്ട്. വാസ്തവത്തിൽ ഇതൊരു വിവാദ വിഷയമേയല്ല. സാമൂഹിക സന്നദ്ധ സംഘടനകൾക്ക് ആ വർഷത്തെ പരേഡിൽ പങ്കെടുക്കാമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ RSS ആ ആഹ്വാനത്തോട് പ്രതികരിച്ചു. രാജ്യത്തോടുള്ള പ്രതിബദ്ധത പ്രകടിപ്പിച്ച് സ്വയം സേവകർ രാജ്പത്തിൽ, അതായത് ഇന്നത്തെ കർത്തവ്യപഥിൽ അണിനിരന്നു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളുടെയും അറിവോടെ തന്നെയാണ് ഇത് നടന്നത്. തെളിവ് വേണമെങ്കിൽ സെലക്ടഡ് വർക്ക്സ് ഓഫ് ജവഹർലാൽ നെഹ്റു സെക്കൻഡ് സീരീസ് വാല്യം 80 395 മുതൽ 398 വരെയുള്ള പേജുകളിൽ ഉണ്ട്. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ സ്മാരക മ്യൂസിയത്തിലും ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. 1963 ജനുവരി 27 ചേർന്ന കോൺഗ്രസ് യോഗത്തിൽ ഈ വിഷയം പരസ്യമായി ചർച്ച ചെയ്തു. പരേഡിൽ പങ്കെടുത്ത RSS പ്രവർത്തകരുടെ എണ്ണത്തെക്കുറിച്ച് യോഗത്തിൽ പ്രധാനമന്ത്രി വിശദീകരിച്ചു. അദ്ദേഹം ഇതുകൂടി പറഞ്ഞു: ഒരു ദിവസം മുമ്പ് ചില കോൺഗ്രസുകാർ എൻ്റെ അടുക്കൽ വന്നു. ഗാസിയാബാദിൽ നിന്നും മീററ്റിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും RSSകാർ ഗണവേഷം ധരിച്ച പ്രവർത്തകരെ തയ്യാറാക്കുന്നു. ഞങ്ങൾക്ക് അത്രയധികം യൂണിഫോമുകൾ ഇല്ല എന്ന്. അവരോട് ഞാൻ പറഞ്ഞത്, നോക്കൂ, RSS വരുന്നത് എനിക്ക് തടയാൻ കഴിയില്ല. തടയുന്നത് തെറ്റാണ്. ഇതിന് തെളിവ് നെഹ്റുവിൻ്റെ തിരഞ്ഞെടുത്ത കൃതികൾ വാല്യം 80 ചേർത്തിട്ടുള്ള യോഗത്തിൻ്റെ റിപ്പോർട്ടാണ്. അതേ യോഗത്തിലാണ് ലതാ മങ്കേഷ്കർ ആലപിച്ച ഏ മേരെ വതൻ കെ ലോഗോൻ എന്ന ദേശഭക്തി ഗാനത്തെക്കുറിച്ച് നെഹ്റു വാചാലനായതും കണ്ണീർ പൊഴിച്ചതും. RSSനെ കുറിച്ചുള്ള ചർച്ചയടക്കം ഈ യോഗത്തിന്റെ വിശദാംശങ്ങൾ അടുത്ത ദിവസം പുറത്തിറങ്ങിയ ഹിന്ദുസ്ഥാൻ പത്രത്തിൽ അച്ചടിച്ചു വന്നിട്ടുമുണ്ട്. ഈ വസ്തുതകൾ നമ്മുടെ പാർലമെന്റ് രേഖകളിലുമുണ്ട്. 1998 മാർച്ച് 31 രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അയൽരാജ്യം ഭാരതത്തെ ആക്രമിച്ചപ്പോൾ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നുവെന്ന് പല അംഗങ്ങൾക്കും ഓർമ്മയില്ലായിരിക്കാം. ജനുവരി 26 എത്തി. റിപ്പബ്ലിക് ദിന പരേഡ് നടക്കേണ്ടതായിരുന്നു. ഭൂരിഭാഗം സൈന്യത്തെയും അതിർത്തിയിൽ വിന്യസിച്ചിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ അവരെ തിരികെ വിളിക്കാനാകില്ലായിരുന്നു. എന്നാൽ പരേഡ് നടത്തുകയും വേണം. അതുകൊണ്ട് കിട്ടാവുന്നത്ര സൈന്യത്തെയും പോലീസ് സേനയെയും ഉപയോഗിച്ച് പരേഡ് നടത്തുവാൻ തീരുമാനിച്ചു. അതിനൊപ്പം ഒരു പൊതുമാർച്ച് നടത്തണമെന്ന് ആരോ പണ്ഡിറ്റ്ജിയോട് നിർദ്ദേശിച്ചു. RSSനെ പങ്കെടുക്കാൻ ക്ഷണിച്ചു. നെഹ്റുജിയുടെ ഈ നീക്കം കോൺഗ്രസ് പാർട്ടി യോഗത്തിൽ ചർച്ച ചെയ്തതായി ഞാൻ ഓർക്കുന്നു. എന്നാൽ നെഹ്റുജി വ്യക്തമായി പറഞ്ഞു, നമുക്ക് RSSുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഇന്ന് രാജ്യം പ്രതിസന്ധിയിലാണ്. നാം എല്ലാവരും വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കണം. ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദ ലോക്സഭ ഡിബേറ്റിൽ ഇത് ചേർത്തിട്ടുണ്ട്. റിപ്പബ്ലിക് ദിന പരേഡിന്റെ വിപുലമായ വാർത്തകളുമായാണ് ഹിന്ദുസ്ഥാൻ അടുത്ത ദിവസം പുറത്തിറങ്ങിയത്. അതിൽ RSS പ്രവർത്തകർ മാർച്ച് ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങൾക്കൊപ്പം സംഘപ്രവർത്തകരുടെ പരേഡ് ആകർഷകമായിരുന്നു എന്ന അടിക്കുറിപ്പും എഴുതിയിരുന്നു. ഇതോടൊപ്പം അധികം അറിയപ്പെടാത്ത മറ്റൊരു വസ്തുത കൂടിയുണ്ട്. RSS മാത്രമല്ല, ഭാരതീയ മസ്ദൂർ സംഘവും ഇതേ ആഘോഷങ്ങളിൽ പങ്കെടുത്തു എന്നതാണത്.